നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. പ്രേമലു എന്ന സിനിമ കണ്ടവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടാകും ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വൗ എന്നല്ലേ. വെറും 13 ദിവസം കൊണ്ട് 50 കോടി ക്ലബിലാണ് പ്രേമലു ഇടം പിടിച്ചിരിക്കുന്നത്. പടമകനെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി ഓടുമ്പോൾ പ്രേമലുവിലെ വിശേഷലുവുമായി നമ്മുടെ സ്വന്തം അമൽ ഡേവിസിനെയും കാർത്തികയും ഒന്ന് വിളിച്ചാലോ എന്ന്. ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി എത്തുന്നത് നമ്മുടെ സ്വന്തം സംഗീത് പ്രധാ ബാൻഡ് അഖില ഭാർഗവനാണ്. സ്വാഗതം രണ്ടു പേർക്കും ലേഡീസ് ബാൻഡിലേക്ക്. അതെ, ആദ്യം ഞാൻ അങ്ങനെ ആവട്ടെ, ഞാൻ ആദ്യം സംഗീതത്തിലേക്കാണ് പോകുന്നത്. സംഗീത, ഈ അഖിലയുടെ കഥാപാത്രം സിനിമയിൽ പറയുന്നുണ്ട് അമൽ ഡേവിസ് ഒരു രക്ഷയുമില്ല. അത് സിനിമ കണ്ട ഞങ്ങൾക്കും അത് മാത്രമേ പറയാനുള്ളൂ. ഓ സന്തോഷം, താങ്ക് യു. ആക്ച്വലി അഖിലയുടെ ഡയലോഗിന്റെ റെഫറൻസിലാണ് ഇപ്പൊ എനിക്ക് ട്രോളുകളാണെങ്കിലും പോസ്റ്റുകളാണെങ്കിലും അപ്രീസിയേഷൻസ് ആണെങ്കിലും വരുന്നത്. അഖില തന്നെ വേറൊരു സീനിൽ അമൽ ഡേവിസ് ഒരു രസികൻ തന്നെ എന്ന് പറയുന്നതും അമൽ ഡേവിസ് ഒരു രക്ഷയില്ലാട്ടാന്ന് പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ഡയലോഗുകൾ കോട്ട് ചെയ്തിട്ടാണ് ആൾക്കാര് എന്റെ അടുത്ത് മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ യഥാർത്ഥ ജീവിതത്തില് സംഗീതം എങ്ങനെയാ, ഒരു രസികൻ തന്നെയാണോ? അത് ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് ലൈവിൽ പറയുന്നതില് കുറച്ച് അത് അഖിലയോടോ അല്ലെങ്കിൽ മമ്മിതയോടോ നെസ്ലിനോടോ ഒക്കെ ചോദിക്കുന്നതായി കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അഖില, നിങ്ങൾ രണ്ടുപേരുടെ ഒരു കോംബോ, പ്രത്യേകിച്ച് മമിതയും അഖിലയും തമ്മിലൊരു കോംബോ, അത് ഒരു രക്ഷയുമില്ലായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. എപ്പോഴും എല്ലാവർക്കും കാണും ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ചങ്കത്തി. അതായത് ഈ കറക്റ്റ് സിനിമയിൽ പറയുകയാണെങ്കിൽ പ്രേമലുവിൽ ഒരു ചങ്കത്തി തന്നെയാണ് അഖില, അല്ലേ? അതെ അതെ. അങ്ങനെ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ചങ്കത്തി എന്നൊക്കെ വിളിച്ച് ആളുകൾ പറയുന്നുണ്ടോ? മെസ്സേജസ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോ അമൽ ഡേവിസിന്റെയും കാർത്തികേയനെയും പോലെയുള്ള ഫ്രണ്ട്സ് ആണ് കൂടുതലും. അമൽ ഡേവിസ് ആണ് ഓൾ ഐ നീഡ് ഈസ് അമൽ ഡേവിസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ കാർത്തികേയനെയും ഇതുപോലത്തെ നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജസ് ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എനിക്ക് പെട്ടെന്ന് അമൽ ഡേവിസ് എന്ന് വിളിക്കാനാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. കാരണം സംഗീതത്തിനേക്കാളും കൂടുതൽ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു പേര് വല്ലാതെ അങ്ങ് ഇടം പിടിച്ചു പോയിട്ടുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ, നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മൾ ഫുൾ ഇനീഷ്യൽ അടക്കം വെച്ചിട്ടായിരിക്കും പേര് വിളിക്കുക, അല്ലേ? അർജുൻ പി, അതേപോലെയാണ് അമൽ ഡേവിസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉറപ്പായിട്ടും. അത് ഞാൻ എന്നെ കൂടുതൽ എല്ലാരും സംഗീതം എന്നും അല്ലെങ്കിൽ ചുരുക്കി വിളിച്ചിട്ടാണ് പണ്ട് തുടങ്ങിയ പതിവ്. എന്നാണ്. അപ്പോ അങ്ങനെ. പക്ഷെ ഇപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ അമൽ ഡേവിസ് ഇങ്ങനെ അവര് കോൺഷ്യസ്ലി കുറെ സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് സ്ക്രിപ്റ്റിന്റെ ഫോർമാറ്റിൽ വന്ന് പിന്നെ നമ്മള് ഷൂട്ടിലേക്ക് വരുമ്പോൾ പല ലാംഗ്വേജസും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പല ഡയലോഗ്സും നമ്മുടേതായിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ മാറാറാണ് പതിവ്. പക്ഷെ ഷൂട്ട് തുടങ്ങിയപ്പോഴും ഗിരീഷ് ഏട്ടൻ കോൺഷ്യസ്ലി പറയുമായിരുന്നു. അത് ഡയലോഗ് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുമ്പോഴും ഒക്കെ ആ അമൽ ഡേവിസ് വിളി എനിക്ക് തോന്നുന്നു രസമായിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇവരെല്ലാവരും അത് ഫോളോ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അത് സ്ക്രിപ്റ്റിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഈ അമൽ ഡേവിസ് വിളി കണ്ടിന്യൂസ്ലി വന്നിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതിങ്ങനെ ടൂ മച്ച് ആയി പോകുന്നുണ്ടോ ഈ വിളി എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് തിയേറ്ററിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ ആളുകൾ ഇത്രയും ആ പേര് ആഘോഷിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം മലയാളം സിനിമകൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പോലും കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമാണ് അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമാണ് ആ പേര് വെച്ച് പിന്നീട് അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അഖിലയുടെ ക്യാരക്ടർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അമൽ ഡേവിസ് ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന്. അങ്ങനെ പറയുമ്പോൾ പോലും പക്ഷേ അഖിലയ്ക്ക് എന്തോ ഒരു ക്രഷ് അല്ലെങ്കിൽ ഒരു താല്പര്യം അമൽ ഡേവിസിനോട് ഉള്ളതുപോലെ പ്രേക്ഷകർക്ക് തോന്നും. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? അല്ല, അങ്ങനെയല്ല. അത് അമൽ ഡേവിസ് എന്താ പറയാ പറയുന്നുണ്ടല്ലോ, അമൽ ഡേവിസ് ഒരു രസികൻ തന്നെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കാർത്തിക. അപ്പൊ അമൽ ഡേവിസിന്റെ തമാശകളും അതുപോലെ ഇവര് സച്ചിനും അമൽ ഡേവിസും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ഒക്കെ ഇവർക്ക് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നു. അത്രയൊക്കെ ഉള്ളു. അല്ലാതെ അമൽ ഡേവിസിനോട് ക്രഷ്, കാരണം കാർത്തിക് ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ പിന്നെ അമൽ ഡേവിസിന്റെ അടുത്ത് ഒരു ക്രഷ് തോന്നേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പുള്ളിക്കാരി ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്നു അമൽ ഡേവിസിന് തിരിച്ചൊരു ക്രഷ് ഉണ്ടെന്ന്. അപ്പൊ അത് എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് റീനു പറയുമ്പോ പറയണ്ടല്ലോ ഇന്ന് പബ്ബിൽ വെച്ച് അവൻ എന്നെ പ്രപ്പോസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്, അപ്പൊ പറയാമെന്നാണല്ലോ പറയണത്. അപ്പൊ അത് എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് നേരെ തിരിച്ച്
ഉൾട്ടായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദേഷ്യം മാത്രമാണ് കാർത്തികയ്ക്ക്, വേറെ ഒന്നുമില്ല. തീർച്ചയായും അമൽ ഡേവിസിനെ പോലെ ഒരു ഫ്രണ്ട് അതൊരു പക്ഷേ ഒരുപാട് പേര് ആളുകൾക്ക് ഉണ്ടാവും. അമൽ ഡേവിസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ പ്രേമലു ആവില്ലായിരുന്നു, ഹൈദരാബാദിൽ എത്തില്ലായിരുന്നു, സച്ചിന് ഒരു കാമുകിയെ കിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ലീഡ് ചെയ്യുന്നത് അമൽ ഡേവിസ് ആണ് എന്നൊരു പൊതുവെ ഒരു സംസാരമുണ്ട്. അതങ്ങനെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലുള്ളതായിരുന്നോ, അല്ലെങ്കിൽ സ്വന്തം കഴിവുകൊണ്ട് മെയിൻ ആയതാണോ? എന്നോടല്ല ക്വസ്റ്റ്യൻ. അതെ, ഒരിക്കലല്ല. അത് സ്ക്രിപ്റ്റില് പ്രോപ്പറായിട്ട് ലീഡ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും സച്ചിന്റെ പെർസ്പെക്റ്റീവിലാണ് കഥ പോകുന്നത്. എല്ലാ മെയിൻ പ്ലോട്ട് പോയിന്റുകളും നിൽക്കുന്നത് സച്ചിനിൽ തന്നെയാണ്. പക്ഷെ ഒരു അതിനൊക്കെ കാരണമാവുന്ന ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അത് സ്ക്രിപ്റ്റിൽ പ്രോപ്പറായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഗിരീഷ് ചേട്ടൻ എൻ്റെ അടുത്ത് ആക്ച്വലി ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു, എടാ നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അത് വർക്കായി കഴിഞ്ഞാൽ പടം വർക്കാവും എന്നുള്ളൊരു പരിപാടി ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ഓൾറെഡി അത് സ്ക്രിപ്റ്റിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് തന്നെ അവർ അമൽ ഡേവിസ് എൻ്റെ അടുത്ത് സിനിമയൊക്കെ കഴിഞ്ഞ സമയത്തും ശ്യാം പുഷ്കരൻ പറഞ്ഞിരുന്നു, അമൽ ഡേവിസ് ഭയങ്കര വെൽ റിട്ടേൺ ആയിട്ടുള്ള ക്യാരക്ടറാണ്, അപ്പൊ അതിൽ ഭയങ്കര ഹോപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള ഇംപ്രവൈസേഷൻസ് ക്യാരക്ടർ പരമായിട്ട് അതിനോട് ജെനുവിൻ ആവാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം അതിൽ പ്രോപ്പറായിട്ട് വെൽ റിട്ടേൺ ആയിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അമൽ ഡേവിസ്. അമൽ ഡേവിസ് തന്നെയല്ല, ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റിൽ തന്നെ ഡെഫിനിഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ്. ഓക്കെ, അഖിലെ നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് ഈ ബിയർ ക്യാൻ വലിച്ചെറിയുന്നതും അങ്ങനെ തുടങ്ങിയ ഒരുപാട് സീനുകൾ ഒരുപാട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഞാൻ ഈ സിനിമയ്ക്ക് ശേഷം വന്ന റിവ്യൂലൊക്കെ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ നടന്നതാണെന്നൊക്കെ പലരും അഭിപ്രായം പറയുന്നത്. സത്യത്തിൽ ഈ സിനിമയിൽ ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ലൈഫിൽ അങ്ങനെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ സംവിധായകന്റെ മാത്രം ക്രിയേറ്റിവിറ്റി ആയിരുന്നു അതൊക്കെ? ആയിരിക്കണം, എനിക്ക് തോന്നുന്നില്ല. ഞാനിതുവരെ ആരും അങ്ങനെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അല്ലാതെ എന്താ പറയാ, ടെറസിലൊക്കെ പോയിരുന്ന് ഫ്രണ്ട്സായിട്ട് ബിയർ കുടിക്കുക അതൊക്കെ പതിവുള്ള കാര്യമായിരിക്കുമല്ലോ എന്തായാലും. അല്ലാതെ ഈ ബിയർ ക്യാൻ എറിഞ്ഞ് അതൊരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അത് എന്താ ബിയർ ക്യാൻ എറിയുന്നു, അത് കറക്റ്റ് സച്ചിന്റെ മേളിൽ തന്നെ വീഴുന്നു എന്നുള്ളതൊക്കെ ഒരു സിനിമാറ്റിക് ആയിട്ട് എഴുതി വെച്ചതാവാനാണ് സാധ്യത. ഞാനത് പറയുന്നത് കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു +1 +2 ഒക്കെ സമയത്ത് ഇങ്ങനെ സ്കൂളിന്റെ മുകളിൽ നിന്നിട്ട് താഴോട്ട് വല്ല കല്ലോ അല്ലെങ്കിൽ വല്ല മിഠായി എറിയും, എന്നിട്ട് ഇത് ആരെ തലയിൽ വീഴുന്നോ അവരെ നീ പ്രേമിക്കണം എന്നൊക്കെ തമാശക്ക് ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് അത് ആ ബിയർ ക്യാൻ അവിടെ ആ സീൻ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു കുട്ടിക്കാലൊക്കെ ഓർമ്മ വന്നായിരുന്നു. പക്ഷെ ഇത് റീനു കാണുന്നില്ലല്ലോ. ആ ഒരു സീനിൽ ഞങ്ങൾക്ക് ആ ഒരു വയസ്സായിട്ടുള്ള ഒരു ആളുടെ സൗണ്ട് മാത്രല്ല കേൾക്കണുള്ളൂ. പിന്നെ അത് സച്ചിന്റെ മേളിലോട്ടാണ് വീണത് എന്നുള്ളത് റീനു അറിയുന്നുമില്ല. അപ്പൊ ചുമ്മാ അങ്ങനെ ഗിരീഷേട്ടന്റെ തലയിൽ ഉദിക്കുന്ന ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അതൊക്കെയാണ് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ചിരി പടർത്തിയതിൽ ഒന്ന് അല്ലേ? അതെ അതെ അതെ, തീർച്ചയായും. സംഗീത, ഈ അമൽ ഡേവിസിന്റെ കുണുവാവെ കാണിച്ചില്ല എന്നൊക്കെ ഒരു വ്യാപക പരാതി ഉണ്ട് കേട്ടോ. അത് ഗിരീഷന്റെ ആദ്യത്തെ സിനിമ തുടങ്ങിയ ഓരോ ക്യാരക്ടേഴ്സിന്റെ അവര് വളരെ സർപ്രൈസിംഗ്ലി ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തെ പടത്തിൽ ഇതുപോലെ അംബിക എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് എപ്പോഴും ഇഷ്ടമാണ്. ചില ആൾക്കാർ ഇങ്ങനെ നമ്മൾ കാണാതെ എവിടെയോ ഉണ്ട്, അവർക്ക് അതിനൊരു രൂപം ഉണ്ടാവും, അവരുടെ കുണുവാവന്മാരായിട്ട് അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അത് ഉറപ്പായിട്ടും അത് കാണിക്കുന്നത് തന്നെയാണ് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അതേപോലെ തന്നെ മറ്റൊരു സീനുണ്ട്. ഈ അമൽ ഡേവിസ് കാമുകിയോട് സംസാരിക്കുമ്പോൾ സിംഗിളായ ഫ്രണ്ട് എഴുന്നേറ്റ് റൂമിൽ നിന്ന് പോകുന്നൊരു സീനുണ്ട്. അതും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യത്തിൽ നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത്. ഉറപ്പായിട്ടും ആയിരിക്കുമല്ലോ. അതെ. അഖില, എങ്ങനെയാണ് കാർത്തികയായത്? കാർത്തികയായത് സിനിമയിലോട്ട് എത്തിയത് ഗിരീഷേട്ടൻ ഒരു ദിവസം എന്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഒരു ഓഡീഷന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓഡീഷന് പോയി. അപ്പൊ കിരൺ ജോസി ഉണ്ടായിരുന്നു, നമ്മുടെ അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്സിന്റെ ഡയറക്ടർ കിരൺ ജോസി. അതുപോലെ കിരൺ ഏട്ടൻ ഇതിന്റെ കോ റൈറ്ററും കൂടിയാണ്. അപ്പോ അവിടെ എത്തിയപ്പോ ഇവര് രണ്ടുപേരും തന്നെയാണ് എന്നെ ഓഡീഷൻ ചെയ്തതും. അതും കാർത്തികയുടെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഗിരീഷേട്ടനെ വിളിച്ചപ്പോ ഗിരീഷേട്ടൻ പറഞ്ഞു ഓക്കെ ആണ് പടത്തിൽ ഉണ്ടാവുന്നത്. പിന്നെ കാർത്തികയ്ക്ക് പ്രിപ്പറേഷൻസ് വേണ്ടി വന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഞാനും കാർത്തികയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ കാർത്തിക എന്തായാലും ഒരു ബോൾഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരു കുട്ടീനെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്.
എനിക്ക് നോ പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ആളാണ് ഞാൻ. അപ്പൊ പിന്നെ പുള്ളിക്കാരി IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എന്നീന്നൊക്കെ ഭയങ്കര വ്യത്യാസമുള്ള ഒരാളാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കിയും കണ്ടും പഠിക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ. സംഗീത, ഈ അമൽ ഡേവിസ് സച്ചിൻ കോംബോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതൊരു രക്ഷയുമില്ല. അത് എനിക്ക് തോന്നുന്നു യൂത്തിന്റെ ഒരു സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരു പേരായിട്ടടക്കം ഈ രണ്ട് കോംബോ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് പറയും ദിലീപ് ഏട്ടനും ഒപ്പം ഹരിശ്രീ അശോകൻ ചേട്ടൻ, അല്ലെങ്കിൽ ദിലീപ് ഏട്ടൻ സലീം കുമാർ ചേട്ടൻ, ആ ഒരു കോംബോ പറയും. സത്യം പറഞ്ഞാൽ ഈ യൂത്തിന്റെ ഇടയിൽ ഒരു ദിലീപ് ഹരിശ്രീ അശോകൻ കോംബോ അല്ലെങ്കിൽ ദിലീപ് സലീം കുമാർ കോംബോ ആയിട്ട് മാറി എന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ എന്താ തോന്നാറ്? ഭയങ്കര സന്തോഷമാണ്, വലിയ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. കാരണം ഇന്നലെ ദിലീപേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ദിലീപേട്ടന് ഇതുപോലെ പറഞ്ഞു, ഭയങ്കര അപ്രീസിയേഷൻസ് ദിലീപേട്ടന്റെ സൈഡിൽ നിന്ന്. എന്നെ മാത്രമല്ല, ഞങ്ങളെല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ദിലീപേട്ടനൊക്കെ പടം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ ഇതുപോലെ ഇതിന്റെയൊക്കെ റൈറ്റർ ബെന്നി പി നാരമ്പലം, ആള് ഇതുപോലെ പടം കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. ബെന്നിച്ചേട്ടന്റെ വൈഫ്, അതായത് അന്നാബെന്നിന്റെ ഒക്കെ മദർ, ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബെന്നിച്ചേട്ടൻ പടം കണ്ടു കഴിഞ്ഞപ്പോ ഇതുപോലെ കല്യാണരാമനൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു ഞങ്ങളുടെ കോമ്പിനേഷൻ കണ്ടപ്പോ എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര എന്താ പറയാ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇത്. കാരണം ഇപ്പോ കുറെ കുട്ടികളൊക്കെ ഫ്രണ്ട്ഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത് സച്ചിനെ അമൽ ഡേവിസിനെ വെച്ചിട്ടാണ്. അപ്പൊ അത് നമുക്ക് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഞങ്ങള് ഭയങ്കര നമ്മളുടെ കോമഡികൾ വർക്കാവണമെന്നും കോമ്പിനേഷൻ വർക്കാവണമെന്നുള്ളത് ആഗ്രഹിച്ചു, പടം വർക്കാവണമെന്നുള്ളത് ആഗ്രഹിച്ചു. അതിൽ നിന്ന് മാറി ആളുകൾ ഇത് വളരെ പേഴ്സണൽ ലൈഫിലേക്ക് എടുക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാം. കഴിഞ്ഞ ദിവസം എനിക്കൊരു കുട്ടി ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഫ്രണ്ടിന്റെ പേര് അമൽ ഡേവിസ് എന്ന് പറഞ്ഞിട്ടിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര ഓവർവെൽമിങ് അവസ്ഥയിലാണ് അതൊക്കെ കാണുമ്പോൾ. അല്ല, ഇപ്പം ഇൻസ്റ്റഗ്രാം തുറന്നാലും പ്രബലുവിന്റെ ആളുകൾ മാത്രമേ ഉള്ളൂ ഇൻസ്റ്റഗ്രാമിലടക്കം. ഈ അഖില ഇൻസ്റ്റഗ്രാം താരമായിരുന്നല്ലോ, സോഷ്യൽ മീഡിയ താരമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പം സിനിമാ താരമായിട്ട് വന്നത് അല്ലേ? ഞാൻ റീൽസ് ചെയ്തിട്ടായിരുന്നു തുടങ്ങിയത്. അതായത് ഞാനും ഹസ്ബൻഡും കൂടെ റീൽസ് ചെയ്യാൻ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ചുമ്മാ വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തിടാന്നൊക്കെ കരുതിയിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോ അത്യാവശ്യം, അതായത് ഞങ്ങള് ചില നല്ല നല്ല മൂവീസിലെ സീൻസ് റീക്രിയേറ്റ് ചെയ്ത് ഇടുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അതിന് ആൾക്കാർ കാണാൻ തുടങ്ങി, അങ്ങനെ ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങി. അങ്ങനെ അത് കണ്ടിട്ടാണ് ഞാൻ അനുരാഗിലോട്ട് എത്തുന്നത്. കിരണേട്ടനും ആദർശേട്ടനും അനുരാഗിലോട്ട് വിളിക്കുന്നത് അത് കണ്ടിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് പൂവനിലോട്ട് എത്തി. അങ്ങനെയാണ് ഇപ്പൊ പ്രേമലുവിൽ എത്തി നിൽക്കുന്നത്. അതെ. സംഗീത, ഈ സിനിമയിൽ ഉടനീളം കോമഡിയാണ്. അപ്പം സിനിമയിൽ ഉടനീളം കോമഡി ആയിരുന്നെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും ലൊക്കേഷനിൽ വേറെ ലെവലായിരിക്കും, ഫുൾ വൈബായിരിക്കും എന്നുള്ളത്. എന്തായിരുന്നു അവിടത്തേക്ക് ഒരു അവസ്ഥ? എല്ലാവരും ചിരിച്ച് മണ്ണ് കപ്പുന്ന സാഹചര്യം തന്നെയായിരുന്നു. ഉറപ്പായിട്ടും. അത് നമ്മള് എല്ലാവരും, ഗിരീഷ് ഏട്ടനാണെങ്കിലും ശ്യാമാണെങ്കിലും നെസ്ലിനാണെങ്കിലും അഖിലാണെങ്കിലും അമിതാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ക്രൂവിലുള്ള എല്ലാവരും ആണെങ്കിലും ഭയങ്കര ഹ്യൂമർ സെൻസ് പ്രോപ്പർ ആയിട്ടുള്ളവരാണ്. അപ്പൊ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡാർക്ക് അടിച്ചിരിക്കുക അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുക എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സീനാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും തമാശ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഇപ്പുറത്തുണ്ടാവും. അപ്പോ ഒരു ഫൺ മൊമെന്റ് എന്ന് പറയുന്നതിനേക്കാൾ അവിടെ നമ്മള് ശരിക്കും പറഞ്ഞ കൊച്ചി തുടങ്ങി ഹൈദരാബാദ് എത്തി അവിടെ നിന്ന് പോരുന്ന ലാസ്റ്റ് ഒരു ദിവസം ആയിരിക്കണം എല്ലാവരും ഒന്ന് ഇമോഷണൽ ആയത്. അതുവരെയുള്ള എല്ലാ ദിവസവും അവിടെ പ്രോപ്പർ കോമഡികളാണ് നടന്നുകൊണ്ടിരുന്നിരുന്നതും നമ്മൾ എൻജോയ് ചെയ്തിരുന്നതും. നിങ്ങളുടെ 3 പേരുടെയും, ശ്യാമിനെയും എടുത്ത് പറയണം, നിങ്ങളുടെ 3 പേരുടെയും കോംബോ സത്യം പറഞ്ഞ ഒരു രക്ഷയില്ല. കാരണം ആരാണ് ഒന്നിനൊന്ന് മെച്ചമെന്ന് തോന്നാൻ വേണ്ടി തമ്മിൽ മത്സരിച്ച് അഭിനയിക്കുന്ന പോലെയൊക്കെ ആയിരുന്നു തോന്നിയത്, പ്രത്യേകിച്ചും JK ഒക്കെ. അതെ. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ പടത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആൾ സിംഗിളാണ്, അതുകൊണ്ട് തന്നെ ആൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സിംഗിൾസിനെ ഒരു പരിധി വരെ സന്തോഷിപ്പിക്കുകയും അവസാനമാകുമ്പോഴത്തേക്ക് സങ്കടപ്പെടുത്തി ഒരേപോലെ ചെയ്യുന്നൊരു സിനിമയാണത്. അങ്ങനെ ഒരു കമന്റ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? അഖില കേട്ടിട്ടുണ്ടായിരുന്നോ? കുറെ പേര് അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം എനിക്കിപ്പം പേഴ്സണൽ മെസ്സേജ് വരുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ സിംഗിളാണ്, അതുകൊണ്ട് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇതേപോലെ പുറത്തോട്ടൊക്കെ പോയതാ, UK പക്ഷെ ഞാനിപ്പോ കമ്മിറ്റഡ് അല്ല, പക്ഷെ ആ സിറ്റുവേഷൻസ് ഒക്കെ, അതായത് ലവറിനെ വിട്ടു പിരിഞ്ഞു പോണ ആ സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് അനുഭവിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ കാർത്തികേനെ കുറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ മുഖത്ത് നോക്കി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളെ വിഷമിപ്പിച്ച ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ്. ഈ ശ്യാമും സച്ചിനും സംഗീതം ഒരു വശത്ത് നിൽക്കുമ്പോൾ അതേപോലെ തന്നെയാണ് മീനാക്ഷിയും മമിതയും അഖിലയും കൂടെ നിൽക്കുന്നത്. അതിൽ മീനാക്ഷി ഒരു വെറൈറ്റി ക്യാരക്ടർ എന്ന് തന്നെ പറയാം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷിയൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ്? ഞങ്ങള് എല്ലാരും കൂടെ ഇപ്പൊ പറഞ്ഞല്ലോ, ഞങ്ങൾ എല്ലാരും താമസിച്ചത് ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. ഇപ്പൊ ഞാനും മമിതയും മീനാക്ഷിയും ഒരു അപ്പാർട്ട്മെന്റിൽ, അതുപോലെ ശ്യാമേട്ടൻ, സംഗീതേട്ടൻ, നസ്ലിൻ, ഇവര് മൂന്നുപേരും ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പൊ മീനാക്ഷിക്ക് പക്ഷെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഉള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ എല്ലാവരും എന്താ പറയാ അന്താക്ഷരി കളിക്കുക, ഷൂട്ട് കഴിഞ്ഞു വന്ന് എല്ലാരും കൂടെ ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റിൽ ഇരിക്കും. എന്നിട്ട് തമാശകൾ പറയും, അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുക, ഇതായിരുന്നു മീനാക്ഷി ആയിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലൊരു ഷെഫ്. അതായത് ചായ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് അവളായിരുന്നു. അപ്പൊ അവളെല്ലാവർക്കും ചായ ഉണ്ടാക്കി, അതുപോലെ മമ്മിയുടെയും അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും ചായ ഒക്കെ ഉണ്ടാക്കി തന്ന് അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങള്. ശരി, അമൽ ഡേവിസ് എന്നാണ് വിളിക്കാൻ പോയത് സത്യം പറഞ്ഞ. സംഗീത ഈ സിനിമ അതാണ് താല്പര്യം. ഞാൻ അഖിലയോട് ചോദിച്ച അതേ ചോദ്യം ചോദിക്കണം. നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സിംഗിൾസിനെ സന്തോഷിപ്പിക്കുകയും ഒരേപോലെ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ കരഞ്ഞു പോയെന്ന്. കാരണം അവർ ഒരുമിക്കരുത് എന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ, പക്ഷെ അവർ ഒരുമിച്ച് പോയി എന്ന്. അങ്ങനെ അല്ല, അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥ. അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ മെസ്സേജ് അങ്ങനെ വന്നില്ല. എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അത് എനിക്ക് തോന്നുന്നു എനിക്ക് മെസ്സേജസ് വന്നതിൽ സിംഗിൾ പസംഗകൾ ഉണ്ടായിരുന്നെങ്കിലും അവന്മാർക്ക് ഇത് ഹോപ്പാ ഉടനെ. അപ്പോ ഒരു സെറ്റ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്, നമുക്കും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളവരായിട്ടാണ്. അവർക്കും ഒരു പക്ഷെ അമൽ ഡേവിസിനെ പോലെ ഒരു സുഹൃത്ത് ഉണ്ടായിരിക്കാം അല്ലേ? അതെ. ഞാൻ കുറച്ച് കമന്റ്സ് കണ്ടത്, ഞങ്ങളിപ്പോ രണ്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ റീനുവിന്റെയും അല്ലെങ്കിൽ അമൽ ഡേവിസിന്റെ ഒക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെ ഒരു സാധനം ഉണ്ടായി. അപ്പൊ അതിന്റെ താഴെ കമന്റ്സ് കണ്ടത്, ഭാഗ്യം എനിക്ക് രണ്ടും ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന കുറെ കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു. അതെ. അഖില ഹസ്ബൻഡിനെയും ഒരേ ഹസ്ബൻഡ് റോളിൽ തന്നെ, പ്രതിഷ്ഠിത വരൻ റോളിൽ തന്നെ അങ്ങ് കൊണ്ടുപോയല്ലേ സിനിമയില്? അതെ, അത് വളരെ യാദൃശ്ചികമായി സംഭവിച്ച ഒരു കാര്യമായിരുന്നു. ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊമെന്റ് ആയിരുന്നു ഇങ്ങനെ ചോദിച്ചത്. വികാസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, കാർത്തികയുടെ ബുദ്ധി എന്നുള്ളൊരു ക്യാരക്ടർ. അപ്പൊ അത് ചെയ്യാവോ എന്നിങ്ങനെ ചോദിച്ചപ്പോ പുള്ളിക്ക് രാഹുലേട്ടന് ഇത് ആക്ടിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പൊ എന്നെ ആയാലും റീൽസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുപോകുന്നതൊക്കെ രാഹുലേട്ടനാണ്. അപ്പൊ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയി ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇതിലും സെയിം, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റി. ഓക്കെ, സംഗീത ഈ എക്സ്പ്രഷൻ ഒരുപാടുള്ള ഒരു സിനിമയായിരുന്നു. എക്സ്പ്രഷൻ സ്വന്തം കൈ നിട്ടതാണോ, അല്ലെങ്കിൽ ഒക്കെ സീനിൽ കൃത്യമായിട്ട് ഡയറക്ടർ പറഞ്ഞതുപോലെ അഭിനയിച്ചതായിരുന്നോ, അല്ലെങ്കിൽ സ്വന്തം സംഭാവനകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ സിനിമയിൽ? ഉറപ്പായിട്ടും എക്സ്പ്രഷൻസ് കൂടുതലും നമ്മളുടെ കയ്യിൽ നിന്നായിരിക്കുമല്ലോ. കാരണം ആ സിറ്റുവേഷൻസ് പറയുകയും അതെങ്ങനെ റിയാക്ട് ചെയ്യണം, ബോഡി മാനറിസവും എക്സ്പ്രഷനും കൂടുതലും നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം എക്സ്പ്രഷൻസിനെ ഗിരീഷേട്ടൻ കുറെ ട്വീക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും നമ്മൾ നോർമലി ആ സീൻ വായിക്കുമ്പോൾ അതൊരു കോമഡി ആണെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ള ചില എക്സ്പ്രഷൻസ് ഇടുകയും, അപ്പോൾ ഗിരീഷേട്ടന് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും ചിലപ്പോൾ അതിന്. അപ്പൊ ഫോർ എക്സാമ്പിൾ ആ ട്രെയിലറിൽ ഒക്കെ ഉള്ള നെസ്ലിൻ മറ്റേ ടർക്കി ഇത് കാണിക്കുന്ന സീക്വൻസിൽ ഞാനൊരു ഒരു കോമഡി റിയാക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം ആ സ്ഥലത്ത് വരാൻ സാധ്യതയുള്ള റിയാക്ഷൻ ആയിരുന്നു ആദ്യം ഇട്ടത്. ഗിരീഷേട്ടനാണ് ഓടി വന്നിട്ട് പറയടാ ചുമ്മാ ഇരുന്നോ, സ്ഥിരം കാണുന്ന ഒരു സാധനം കാണുന്ന പോലെ ഇരുന്നോ, ഒരു റിയാക്ഷൻ ചേഞ്ചും വേണ്ട എന്ന് പറഞ്ഞത്. അത് എന്നിട്ട് ഞാൻ തിയേറ്ററിൽ കണ്ടായിരുന്നു, ആ റിയാക്ഷൻ വന്നപ്പോൾ ആളുകൾ ചിരിച്ചത്. അപ്പൊ അങ്ങനെ ട്വീക്കിങ് കുറെ നടന്നിട്ടുണ്ട്. ബാക്കി അതല്ലാതെ ഒരു പരിധി വരെ നമ്മളായിരിക്കുമല്ലോ അത്, ആ ഡയലോഗ്സ് വായിക്കുന്നു, നമ്മൾ പെർഫോം ചെയ്യുന്നു എന്നുള്ളതായിരിക്കുമല്ലോ. പിന്നെ ബോഡി മാനേഴ്സും കൂടുതലും അങ്ങനെ തന്നെയായിരുന്നു. ഇംപ്രവൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ സൈഡിൽ നിന്ന്. ഇങ്ങനെ അത് ആ സീൻ പോകുന്നതനുസരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഡയലോഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ മാനറിസങ്ങളോ റിയാക്ഷൻസോ അങ്ങനെയൊക്കെ ആയിരിക്കും. അതിപ്പോ എൻ്റെ തന്നെയല്ല, ചിലപ്പോൾ നെസ്ലിനായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നെസ്ലിനായിരിക്കും എനിക്ക് പറഞ്ഞു തരിക, അങ്ങനത്തെ, അല്ലെങ്കിൽ ഗിരീഷേട്ടന് ഓടി വന്നിട്ട് പെട്ടെന്ന് സ്ക്രിപ്റ്റിൽ പോലും ഇല്ലാത്ത സാധനം പറഞ്ഞു തരിക. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമയിൽ നടന്നിരുന്നു കുറെ സമയങ്ങളിൽ.
ശരി. ഈ ഹൃദയത്തിൽ ഒരു കുഞ്ഞു വില്ലനായിട്ട് വന്നിട്ട് ഈ പ്രേമലുവിലേക്ക് വരുമ്പോഴത്തേക്ക് ഫുൾ തമാശ പറയുന്ന ഒരു ചങ്ക് എന്ന രൂപത്തിലേക്ക് വന്നപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അത്? അത് നീ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ട്രാൻസിഷൻ തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഒരു എന്താ പറയാ സീറോ ഹാർഡ് വർക്കിലാണ് ഈ പറഞ്ഞ ഹൃദയത്തില് ചെയ്യാൻ പോകുന്നത്. എനിക്ക് അറിയില്ല, നോ ഐഡിയ ആണ്. ഞാനും അഭിനയ മോഹവുമായിട്ട് നടന്നത് കൊണ്ട് സെലക്ടഡ് ആയതല്ലായിരുന്നു. എന്റെ ഒരു ബോഡി ഫിസിക് ഒക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ എന്റെ ബിഹൈൻഡ് ദ ക്യാമറ ഉള്ള മാനറിസങ്ങളും സംസാരങ്ങളും, ഞാൻ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു, അതൊക്കെ കണ്ടിട്ടായിരിക്കണം വിനീതേട്ടൻ വിളിക്കുന്നത് ഹൃദയത്തിലേക്ക്. അപ്പൊ ഹൃദയത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾക്കൊന്നും അറിയില്ല എന്ത് ചെയ്യണമെന്നോ എങ്ങനെയാണെന്നോ ഉള്ളതൊന്നും. നമ്മളൊരു പരിപാടി ചെയ്യുന്നു, അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ വിനീതേട്ടൻ പറയുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പൊ പ്രേമലുവിലേക്ക് എത്തുമ്പോഴേക്കും ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി കൂടുക എന്നുള്ളത് തന്നെയാണ്. അതനുസരിച്ച് ടെൻഷനും കൂടി. കാരണം ഇത്രയും വലിയ ക്യാരക്ടറാണ്. അപ്പൊ ഇതേ ക്യാരക്ടർ ഏത് റേഞ്ചിൽ വേണമെങ്കിലും ചെയ്യാം. ആ സ്ക്രിപ്റ്റ് നമുക്കത് താഴെ പോകാനും സാധ്യതയുണ്ട്, എല്ലാത്തിനും ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. മെയിൻലി ആ ഒരു ടെൻഷനോടുകൂടി തന്നെയാണ് പ്രേമലുവിലേക്ക് പോയത്. ശരി. ഈ അഖില, ഈ പമ്പിലെ സീനൊക്കെ ഉണ്ട്, അതൊന്നും ഒരു രക്ഷയില്ല. എനിക്കൊന്ന് തിയേറ്ററിൽ കയ്യടിയിൽ വന്ന മെയിൻ സീനിൽ ഒന്ന് ആ പബ്ബിലെ സീനാണ്. അതോടൊപ്പം തന്നെ പിന്നെ ആ പാട്ടിലെ സീന്, യാദവ എന്നുള്ള പാട്ടിലെ സീനും വലിയ കയ്യടി, തിയേറ്ററിൽ നിർത്താതെയുള്ള കയ്യടി നേടിക്കൊടുത്ത 2 സീനുകളാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിനൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷനൊക്കെ? പബ്ബിലൊക്കെ പോയി നല്ല ശീലമാണത്? അല്ല, അങ്ങനെയല്ല. പബ്ബിലെ സീൻ അതെ, കാർത്തികയുടെ ഒരു ഇമ്പോർട്ടന്റ് സീനായിരുന്നു അത്. അപ്പോ അത് ഇന്റർവെല്ലിന് തൊട്ട് മുന്നേ ഉള്ള ഒരു സീനാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ അത് എന്റെ മാത്രം ഇതുകൊണ്ടല്ല അത് അത്രയും നന്നായത്. കാരണം ഓപ്പോസിറ്റ് ഉള്ള സംഗീതജ്ഞനായാലും നസ്ലിനായാലും അവരും കൂടെ ചെയ്തതിന്റെ ഒരു റിസൾട്ട് ആണത്. കാരണം ഞാൻ പറയുന്ന കാര്യത്തിന് അവര് തരുന്ന റിയാക്ഷൻസും കൂടെ ഇതിനെ വല്ലാണ്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ നമ്മളായാലും സംഗീതം പറഞ്ഞ പോലെ നമ്മള് ഡിസ്കസ് ഇപ്പൊ ഓൾറെഡി ചെയ്യുന്നതിന് മുന്നേ ഞങ്ങള് ഒന്ന് ചെയ്തു നോക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ ഇങ്ങനെ പറയുമ്പോ ചേട്ടൻ ഇങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പം അതുകൊണ്ട് കൂടിയിട്ടാണ് അത് കൂടുതലൊന്ന് ഇംപ്രൂവ് ആയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പാട്ടിൻ്റെത് പിന്നെ ഇവര് രണ്ടുപേരും സംഗീതജ്ഞനും നസ്ലനും ആണ് മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ, അതുപോലെ ആ കടിക്കണതൊക്കെ ഇവർ അപ്പൊ തന്നെ കയ്യിൽ നിന്നിട്ട ഇംപ്രവൈസ് ചെയ്ത കുറെ സാധനങ്ങളാണ്. അത് ഇവർക്കാണ് അതിന്റെ കയ്യടി. ഇപ്പൊ ശ്യാമേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ഇടയിലൊക്കെ ഒരു എന്താ പറയാ ഒരു മത്സരം ഉണ്ടായിരുന്നു. അത് വെച്ചാൽ ഒരു നല്ലൊരു ഇതാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരാള് ചെയ്യുമ്പോൾ അതുപോലെ എനിക്കും അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായി എനിക്കും ചെയ്യണം, ഇംപ്രവൈസ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കുഞ്ഞു കുഞ്ഞു മത്സരം ഞങ്ങളുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. അതെന്തായാലും ഈ സിനിമയ്ക്ക് നല്ലോണം ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, അതാണ് ഞാൻ നേരത്തെ പറയുകയും ചെയ്തത്. അത് കാണുന്ന പ്രേക്ഷകനത് മനസ്സിലാവും. 3 പേരും തമ്മിൽ ആരാണ് പ്രേക്ഷകനെ കൂടുതൽ രസിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു മത്സരം, ഒരു സൗഹൃദ മത്സരം ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി സിനിമ കാണുന്ന ആർക്കും മനസ്സിലാവും. സംഗീത, ഈ മിനി കൂപ്പർ ഒരു ക്യാരക്ടർ ആയിട്ട് തന്നെ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഈ മമിത അത് ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉപദേശമൊക്കെ കൊടുത്തായിരുന്നോ ഓഫ് ദ സ്ക്രീൻ? ഇതൊക്കെ ഉപദേശത്തിന്റെ എന്നോടാണോ? അതെ അതെ, ഒരു പ്രോ ഡ്രൈവറാണ് ഉപദേശിച്ചിരുന്നത്. ആ കൂട്ടത്തില് ഡ്രൈവിംഗ് അത്ര പ്രോപ്പർ ആയിട്ട് അറിയാതിരുന്നത് എനിക്കായിരുന്നു. ഞാനായിരുന്നു വെരി ലാസ്റ്റ് ഷൂട്ട്. ഈ കഥ ഇപ്പൊ കുറെ ഓടിയിട്ടുണ്ടാവും, അതുകൊണ്ട് ഇത് വീണ്ടും പറയാനുള്ള. എന്നാലും വെരി ലാസ്റ്റ് ഡ്രൈവിംഗ് പഠിച്ചത് ഞാനായിരുന്നു. അപ്പൊ എന്നെ ആക്ച്വലി ഡ്രൈവിങ്ങിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഇവര് 3 പേരുമായിരുന്നു. അമിതയും നെസ്ലിനും മാത്യുവും ആയിരുന്നു ഡ്രൈവിങ്ങിന് ഏറ്റവും ഹെൽപ്പ് ചെയ്തത്. അതും ഏറ്റവും ആദ്യം ഷൂട്ട് ചെയ്തത് ക്ലൈമാക്സ് ഏരിയ അതൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ച് പാടായിരുന്നു ആ സമയത്ത്. അപ്പൊ അവര് 3 പേരും. പിന്നീടാണ് ഞങ്ങളുടെ സോങ്ങിലൊക്കെ ഉള്ള ഏരിയാസും ഒക്കെ വരുന്നത്. അപ്പോഴേക്കും ഞാൻ കുറച്ച് സെറ്റ് ആയിട്ടുണ്ടായി. മമിതൊക്കെ ഭയങ്കര പ്രോ ഡ്രൈവറാണ്. ശരി. ഈ സിനിമ ആദ്യമായിട്ട് ഇത്രമാത്രം വിജയമാകുമോ എന്നുള്ള ക്ലീശ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ എത്തിയ സമയത്ത് എന്തായിരുന്നു 2 പേർക്കും തോന്നിയത്? ആദ്യം അഖില തന്നെ പറയട്ടെ. ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് സിനിമ അഖില കരയുന്നതൊക്കെ ഇങ്ങനെ ഓരോ ഓൺലൈൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫീൽ എന്തായിരുന്നു? അതെന്താ, ഞാൻ ഡബിന് എന്റെ പോർഷൻസ് മാത്രമേ കണ്ടിരുന്നുള്ളൂ. അപ്പൊ ത്രൂ ഔട്ട് പിന്നെ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് സീൻസ് ഒക്കെ കണ്ടായിരുന്നു. അതായത് ഇവര് ഡബ് ചെയ്യുമ്പോ ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ത്രൂ ഔട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വിത്ത് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണല്ലോ ഞങ്ങള് കാണണേ. അപ്പൊ
പിന്നെ പോരാത്തതിന് അതിന്റെ ക്ലൈമാക്സിലുള്ള ഇമോഷൻസ് ഞാനാണ് ചിലപ്പോ കുഞ്ഞു കുഞ്ഞ് സിനിമകളിൽ ചെറിയ ചെറിയ സീൻസ് കണ്ടാൽ തന്നെ എനിക്ക് കരച്ചിൽ വരുന്ന ഒരാളാണ്. ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരാളാണ്. അപ്പൊ ഇവരുടെ ആ ഒരു അതായത് പിന്നെ നമ്മളെല്ലാരും ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ബോണ്ടും അത്രയ്ക്ക് എന്താ പറയാ ആ പടത്തിലുള്ള പോലെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും. അത്രയും നല്ലൊരു ബോണ്ട് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന ആ ഒരു മെമ്മറീസ് ഒക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. പിന്നെ അത് പോരാത്തതിന് പടത്തിൽ ലാസ്റ്റ് നസ്ലനും മമിതയും തമ്മിലുള്ള ആ ഒരു ഇമോഷൻ, അവരുടെ ആ ഒരു ബോണ്ട് കണ്ടപ്പോ സത്യം പറഞ്ഞ അത്രയും അത് ആ സീനിൽ ഞാൻ മാത്രല്ല, ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു കുട്ടി അത് കണ്ടിട്ട് കരയണ ഒരു വീഡിയോ ഒരു റീല് കണ്ടായിരുന്നു. അപ്പൊ അതേ സിറ്റുവേഷൻ ആയിരുന്നു എനിക്കും. അത് കണ്ടപ്പോ എനിക്ക് വല്ലാണ്ട് വിഷമമായി. അപ്പൊ അത് കഴിഞ്ഞപ്പോ സിനിമ കഴിഞ്ഞപ്പോ ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞങ്ങൾ എല്ലാരും കരഞ്ഞു. എന്റെ വീഡിയോ മാത്രമേ പുറത്തു വന്നുള്ളൂ. അതെ, ഞാൻ മാത്രമേ വൈറലായുള്ളൂ. ഓക്കെ, സംഗീത 2 വാക്കിൽ പറഞ്ഞാൽ എന്തായിരുന്നു സിനിമ ഇറങ്ങിയ സമയത്ത് ആദ്യ ദിവസം തോന്നിയത്? ആദ്യത്തെ ദിവസം ഒരു അബോധാവസ്ഥയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കൊന്നും ഓർമ്മയില്ല അല്ലേ? നമ്മൾക്ക് അറിയില്ലല്ലോ ഇത് എന്താ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എല്ലാ സിനിമകളും എനിക്ക് തോന്നുന്നത് കറക്റ്റ് ഒരു 4 മണി 3 മണി സമയത്താണ് നമുക്ക് യഥാർത്ഥ റിസൾട്ട് പ്രത്യേകിച്ച് ക്രൂവിന് അറിയാൻ പറ്റുന്നത്. അതുവരെയുള്ളത് ചിലപ്പോ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, പിന്നീട് മാറാം എന്നൊക്കെ ഉള്ളതാണ്. കറക്റ്റ് എക്സാക്ട്ലി ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്രൗൺ പ്ലാസ എവിടെ ആയിരുന്നു, ഞങ്ങളെല്ലാരും ടീം എല്ലാരും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ബാക്കി എല്ലാവരും പയ്യെ കൊഴിഞ്ഞു പോയി. ഞങ്ങൾ 5 പേരും മാത്രമായി. ഞാൻ, അഖില, മമിത, നെസ്ലിൻ, ശ്യാമ്, ഞങ്ങൾ 5 പേരും മാത്രമായി എന്ന് തോന്നുന്നു. വേറെ എല്ലാരും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിരുന്ന ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഏകദേശം പല കാരണങ്ങൾ കൊണ്ടിട്ട് മനസ്സിലായി പരിപാടി അടിച്ചു എന്നുള്ളത്. അപ്പൊ അപ്പോഴാണൊന്ന് റിയാലിറ്റിയിലേക്ക് എത്തുന്നത്. പിന്നെ നേരെ ഞങ്ങൾ അന്ന് തന്നെ നമ്മള് നേരെ അന്ന് തൃശ്ശൂർക്ക് പോവുകയും ഒക്കെ ഉണ്ടായി. അപ്പൊ ആക്ച്വലി ആദ്യത്തെ ദിവസം ഒരു വൈകുന്നേരം രാത്രിയൊക്കെ ആയപ്പോഴേക്കും ഉറങ്ങുന്നത് ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരുന്നു, ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഉറങ്ങിയത്. പക്ഷെ രാവിലെയൊക്കെ നമുക്ക് അറിയില്ലായിരുന്നു എന്താണെന്നുള്ളത്. ഭയങ്കര ടെൻഷനും അല്ലെങ്കിൽ വേറൊരവസ്ഥയിലൊക്കെ ആയിരുന്നു. അത് ശരി. എന്തായാലും അടിച്ചു മോനെ എന്നുള്ളൊരു ഒരു അബോധാവസ്ഥയിൽ തന്നെ ആയിരുന്നല്ലേ എല്ലാവരും, ക്രൂ മൊത്തം? ഓക്കെ, അപ്പൊ എന്തായാലും മലയാളികൾ ഇരു കൈയും നീട്ടി ഏറ്റെടുത്തൊരു സൗഹൃദ കോംബോയാണ് നിങ്ങൾ. ഇനിയും നല്ല സിനിമകൾ ഞങ്ങൾക്ക് വേണ്ടി നൽകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ലേഡീസ് ബാൻഡിൽ അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി, സന്തോഷം. താങ്ക് യു സോ മച്ച്. ശരി, ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുത്തൻ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.